നമ്മളെല്ലാവർക്കും വണ്ടിയുള്ളവരാണ്. നമ്മൾ വണ്ടി ഓടിക്കുന്നവരുമാണ്, വണ്ടി വാഷ് ചെയ്യുന്നവരുമാണ്. അങ്ങനെ നമ്മൾ വണ്ടി വാഷ് ചെയ്തതിന് ശേഷം വണ്ടിക്ക് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ട് എൻ്റെ വണ്ടിക്ക് ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇവിടെ വെച്ച് എൻ്റെ വണ്ടി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇന്നലെ വണ്ടി എടുത്തിട്ടില്ല, വച്ചിട്ട് വീട്ടിൽ പോയി. ഇപ്പോൾ വന്നിട്ട് വണ്ടി എടുക്കുമ്പോൾ എൻ്റെ വണ്ടിക്ക് ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളും ഉണ്ട്, ഒരു മിസ്സിങ്ങും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ടി വാഷ് ചെയ്തതിന് ശേഷം ആകുമ്പോൾ കാർബറേറ്ററിലോ മറ്റോ വെള്ളം കയറിയത് കൊണ്ടാവാമല്ലോ അങ്ങനെ വരാൻ സാധ്യത. ആ ഒരു കാരണം വെച്ചിട്ട് ഞാൻ ഇത് മുന്നേ എനിക്ക് വന്നപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയ അതേ ഒരു ട്രിക്കാണ് ഇപ്പോഴും ചെയ്തത്. ട്രിക്കല്ല, സാധാരണ മെക്കാനിക്കെല്ലാം ചെയ്യുന്നത്, വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യുന്ന സെയിം കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മിസ്സിംഗ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് എന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് കാർബറേറ്റർ, വെള്ളം കയറിയത് തന്നെയാണ്, സ്റ്റാർട്ടായി നിൽക്കുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഞാൻ ഇന്നിപ്പോൾ ഇത് നമ്മുടെ ടൂൾ കിറ്റിനകത്ത് തന്നെയുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്കിത് അഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ട്രിക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് ടൂൾ കിറ്റിനകത്ത് നിന്ന് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഈ കാണുന്ന കാർബറേറ്ററിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രൂ ആണ്. നമുക്കിപ്പോൾ കാർബറേറ്ററിനകത്ത് എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ആ വെള്ളം നമുക്ക് ഓപ്പണായി കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം 90% വരെയും പോകുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കാണുന്ന സ്ക്രൂ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് അഴിച്ചെടുക്കാം, ലൂസാക്കാം. ഇതാണ് അതിൻ്റെ ഡ്രെയിന്. ഒരു കയ്യിൽ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം വാഷ് ചെയ്തപ്പോൾ കിട്ടിയ വെള്ളമാണ്. കുറച്ച് ദിവസം മഴയത്ത് വരുന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മഴ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്സായി പോയതാണ്. കണ്ടാലും അറിയാം, പെട്രോളും വെള്ളവും കൂടെ മിക്സായി പോയി. അപ്പോൾ ഈ കാർബറേറ്ററിൽ കിടന്ന വെള്ളവും ഈ ഓസിലുണ്ടായിരുന്ന എല്ലാ പൊടിയെല്ലാം പുറത്ത് പോയിട്ടുണ്ട്. നമുക്കിനി പഴയതുപോലെ തന്നെ ഇത് വെച്ച് സെറ്റ് ചെയ്യാം. ഈ കാണുന്ന സ്ക്രൂ വീണ്ടും പഴയതുപോലെ ക്ലോക്ക് വൈസിൽ തിരിച്ച് സെറ്റാക്കുക. കൂടെ ഈ ഓസും കൂടെ എടുത്ത് അകത്ത് വയ്ക്കുക. ഓസ് വെച്ചതിന് ശേഷം പറ്റിയെടുത്താൽ പിന്നെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. പെട്രോൾ ഇത് അഴിക്കുന്ന സമയത്ത് പെട്രോൾ ക്ലോസ് ചെയ്ത് വയ്ക്കുക. ക്ലോസ് ചെയ്യാതെ നമ്മൾ മെയിനിലോ റിസർവിലോ ആയിട്ടാണ് ഇത് തിരിക്കുന്നുണ്ടെങ്കിൽ പെട്രോൾ വീണ്ടും ഇതിനകത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് നമ്മളിപ്പോൾ അത് വീണ്ടും പഴയതുപോലെ വെച്ചു. ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ആ കാർബറേറ്ററിനകത്ത് കയറിയ മഴവെള്ളം വീണതും നമ്മൾ ഇന്നലെ വണ്ടി വാഷ് ചെയ്തപ്പോൾ കയറിയ വെള്ളം തന്നെയായിരുന്നു. കൺഫേം ആക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, പെട്രോൾ ആദ്യം ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കാണുന്ന സ്ക്രൂ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു,
ഈ കാണുന്ന സ്ക്രൂ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുക. അകത്ത് കിടക്കുന്ന വെള്ളവും എല്ലാം കൂടെ ഈ ട്യൂബ് വഴി പുറത്ത് പോകും. പുറത്ത് പോയതിന് ശേഷം വീണ്ടും പഴയതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്ത് വെക്കുക. ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ആദ്യം ഒരിക്കൽ ചെയ്യുമ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ആവണമെന്നില്ല. ഒരു പ്രാവശ്യം കൂടി ഈ സെയിം പ്രോസസ്സ് ഒന്നുകൂടെ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, റെഡിയാവും. ഇപ്പോൾ വണ്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, മിസ്സിംഗ് ഒന്നുമില്ല. എനിക്കിത് ഇതിന് മുൻപേ വന്നിട്ടുള്ള ഒരു കംപ്ലയിൻ്റാണ്. കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വണ്ടി വാഷ് ചെയ്തിട്ട് അടുത്ത ദിവസം എടുത്തപ്പോൾ ഇതേപോലത്തെ ഒരു കംപ്ലയിൻ്റ് ഒന്നും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത, വേറെ എന്തെങ്കിലും ആണോ ഇനി ടാങ്കിൽ അങ്ങനെ വെള്ളം ഇറങ്ങിയാണോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ഞാൻ ഒരു മെക്കാനിക്കിനെ വിളിച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു മെക്കാനിക് ഒരു ചേട്ടനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരനാണ് ഇങ്ങനെ ചെയ്ത്. അന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇനി വണ്ടി വാഷ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാരുടെയോ വണ്ടിക്ക് വരികയാണെങ്കിൽ ഈ ടിപ്പ് കൂടി ഒന്ന് ഓർത്ത് വെച്ച് വയ്ക്കുക. എനിക്ക് ബാക്കിയുള്ള കൂട്ടുകാർ കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഇതൊന്ന് അവർക്ക് എത്തിക്കുക. ആരും വഴിയിൽ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിലേ ഞങ്ങൾ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലും നല്ലൊരു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.